കൃത്യം ഒരു വർഷം മുമ്പാണ് കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും ഞെട്ടിക്കുന്ന ദാരുണമായ ഒരു അപകട വാർത്ത പുറത്തുവന്നത്. 43 വയസ്സുകാരിയായ ഷൈനി എന്ന അമ്മ 10ഉം 11ഉം വയസ്സുള്ള 2 പെൺമക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ട്രെയിനിനു മുന്നിലേക്ക് എടുത്തുചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്നത് വേദനയോടെയാണ് മലയാളികൾ കണ്ടത്. 2 മക്കളെയും കൊണ്ട് ജീവിക്കാനും മുന്നോട്ടു പോകാനും കഴിയാത്ത അവസ്ഥയിൽ ഹൃദയം തകർന്നിരിക്കവെയാണ് ഷൈനി ആത്മഹത്യയിലേക്ക് നീങ്ങിയത്. ഇപ്പോഴിതാ അതുപോലെ തന്നെ 2 മക്കളെയും കൊണ്ട് ട്രെയിനിനു മുന്നിലേക്ക് എടുത്തുചാടി ആത്മഹത്യ ചെയ്ത മറ്റൊരു അമ്മയുടെയും 2 മക്കളുടെയും വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൃത്യം ഒരു വർഷത്തിനിപ്പുറം തന്നെയാണ് ഈ അപകടവും സംഭവിച്ചിരിക്കുന്നത് എന്നത് ഏറെ ഞെട്ടൽ നൽകുന്നതാണ്. വിദേശത്തായിരുന്ന ഭർത്താവിന്റെ നിരന്തരമായ മാനസിക സമ്മർദ്ദം മൂലം ഭർതൃവീട്ടിൽ നിൽക്കാൻ സാധിക്കാതെയാണ് കോട്ടയം ഏറ്റുമാനൂരിലെ ഷൈനി വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നതും താമസം ആരംഭിച്ചതും. എന്നാൽ ഒരു ജോലി പോലും ചെയ്യാൻ സമ്മതിക്കാതെ പിന്തുടർന്ന് ഉപദ്രവിക്കുകയായിരുന്നു ഭർത്താവ് ഷൈനിയെ. അയാൾ ജോലി ചെയ്തിരുന്നത് വിദേശത്തായിരുന്നിട്ട് പോലും ബന്ധുക്കളെയും മറ്റും കൂട്ടിയാണ് ഷൈനിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നത്. ഒടുവിൽ അതിൽ മനം തകർന്നാണ് ഷൈനി 2 പെൺമക്കളെയും ചേർത്ത് പിടിച്ച് മരണത്തിലേക്ക് പോയതും. ഇപ്പോഴിതാ അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഹൈദരാബാദിൽ നിന്നും പുറത്തു വരുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിജയശാന്തി റെഡ്ഡി എന്ന 38 വയസ്സുകാരിയാണ് 2 മക്കളെയും കൂട്ടി ട്രെയിനിനു മുന്നിൽ ജീവിതം അവസാനിപ്പിച്ചത്. മെഡ്ചാൽമൽ കാജ്ഗിരി സ്വദേശിയാണ് വിജയ. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ വിജയ നേരെ സ്കൂൾ ഹോസ്റ്റലിലേക്കാണ് എത്തിയത്. മക്കളെ 2 പേരെയും കൂടെ കൂട്ടി. 18 വയസ്സുകാരിയായ മകൾ ചേതന റെഡ്ഡിയും 17 വയസ്സുകാരനായ മകൻ വിശാൽ റെഡ്ഡിയെയും ഇരുവശത്തുമായി ചേർത്ത് പിടിച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടക്കുകയായിരുന്നു വിജയ. മക്കൾക്ക് കുടിക്കാൻ വാങ്ങിച്ച വെള്ളവും CCTV ദൃശ്യങ്ങളിൽ വിജയയുടെ കയ്യിൽ കാണാം. ഗുഡ്സ് ട്രെയിൻ ലോക്കോ പൈലറ്റ് 3 പേരെയും കണ്ടയുടൻ നിർത്താതെ ഹോണടിച്ചെങ്കിലും അമ്മയും മക്കളും ചേർന്ന് തന്നെ നിൽക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവരുടെ കാറിൽ നിന്നും വിജയ എഴുതിയ ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. തനിക്ക് ജീവിക്കാൻ ഇനി കൊതിയില്ല എന്നും ബന്ധുക്കൾ മാപ്പ് നൽകണമെന്നും വിജയ കുറിപ്പിൽ പറയുന്നുണ്ട്. മക്കൾ തനിച്ചായി പോകരുത് എന്ന് കരുതിയാണ് അവരെയും ഒപ്പം കൂട്ടുന്നതെന്നും വിജയ വേദനയോടെ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. വിജയയുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. ദുബായിലായിരുന്ന വിജയയുടെ ഭർത്താവ് സംഭവം അറിഞ്ഞ് ഹൈദരാബാദിലെത്തി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കളും അയൽക്കാരും പറയുന്നു. ഗുഡ്സ് ട്രെയിൻ ഇടിച്ചാണ് മൂവരും മരിച്ചത്. 3 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സെക്കന്ദരാബാദിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.